അമേരിക്കയിലെ ഏറ്റവും വലിയ യുദ്ധക്കപ്പൽ ജെറാൾഡ് ആർ ഫോൾഡിനെ കാണാനില്ല. ഇതേക്കുറിച്ചുള്ള അന്വേഷണം നടത്തി പല മീഡിയക്കാരും എവിടെ പോയി, എന്താ സംഭവിച്ചത് എന്നുള്ളത്. അപ്പോൾ അതിൽ നിന്ന് അമേരിക്കയുടെ ഭാഗത്ത് വന്നിരിക്കുന്ന ഉത്തരം ആരെയും അതിശയിപ്പിക്കുന്നതാണ്, ആരെയും ഞെട്ടിപ്പിക്കുന്നതുമാണ്. ഇറാൻ്റെ ശല്യം കൂടുന്നു, അതുകൊണ്ട് അമേരിക്കയുടെ കപ്പൽ തൽക്കാലത്തേക്ക് തടി തപ്പിയതാണ്, അവിടെ നിന്ന് എടുത്ത് മാറ്റപ്പെട്ടതാണ്. ഇവിടെ നിന്നാൽ പൊടി പോലും ഉണ്ടാവില്ല, കണ്ടുപിടിക്കാൻ ആ അവസ്ഥയിൽ വരും. എടുത്തോണ്ട് പോയി എന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥമായിരിക്കുന്ന വശം എന്ന് ചില മീഡിയകൾ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നു. ഒരുപാട് മോഹങ്ങളും പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായിട്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലയക്കുന്ന ജെറാൾഡ് ആർ ഫോർഡ് മെഡിറ്ററേനിയൻ പടിഞ്ഞാറൻ തീരത്ത് പതുക്കെ വന്നത്. മാർച്ച് 8 മഹദി എത്തി എന്നാണ് ചില പരാമർശത്തിലൊക്കെ കാണാൻ പറ്റുന്നത്. അപ്പോൾ മാർച്ച് 8 എത്തുന്നു. മാർച്ച് 12 ആദ്യത്തെ ഒരു ഉമ്മ വെക്കൽ ഇറാൻ നടത്തുന്നു. ഇറാൻ കപ്പലിന് ഉമ്മ വെച്ച് തുടങ്ങി. മാർച്ച് 12 അന്ന് മുതൽ ലാൻഡ്രി ഏരിയയിൽ തീപിടുത്തമുണ്ടായി എന്നുള്ളതാണ് അതിന് വിശദീകരണ കുറിപ്പ് അമേരിക്ക പറഞ്ഞത്. കപ്പലിനകത്തുള്ള ലാൻഡ്രി ഏരിയയാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഈ തീപിടുത്തം പിന്നെ പൊട്ടിത്തെറിയായി. അപ്പോൾ അതിനെ അണക്കാനുള്ള സംവിധാനങ്ങളൊന്നും ഇല്ല എന്ന് ചോദിച്ചാൽ അത് എല്ലാം കാര്യക്ഷമമായ രീതിയിൽ പ്രവർത്തിച്ചിട്ടില്ല, ചില അപാകതകളൊക്കെ സൈനികർക്ക് പറ്റിയിട്ടുണ്ട് എന്നതിന് വിശദീകരണം കൊടുത്തു. പക്ഷേ ഇറാനോ അവരുടെ പണി അവർ തുടർന്നുകൊണ്ടേയിരുന്നു. പിന്നീട് നിൽക്കക്കളിയില്ലാതായ സമയത്ത് ഗ്രീസിലെ സൗദ ബേ ഭാഗത്തേക്ക് റീപ്പയറിങ്ങിന് വേണ്ടിയിട്ട് പതുക്കെ നീക്കി എന്നാണ് പറയുന്നത്. അതാണ് കാണാതായി എന്നുള്ളതിൻ്റെ ഉദ്ദേശ കാര്യങ്ങൾ പറയുന്നത്. ടെമ്പററി പോർട്ട് വിസിറ്റ് ഫോർ റിപ്പയർ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് കപ്പലിൻ്റെ ഭാഗത്ത്. അത് ചില മീഡിയക്കാരൊക്കെ ഫോട്ടോ എടുത്തിട്ട് അത് അവരുടെ സൈറ്റിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്തു. മെഡിറ്ററേനിയൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണ് ഇദ്ദേഹം മാർച്ച് 8 ലാൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ നങ്കൂരമിടുന്നത്. കടൽ ക്രൂ, എയർ വിങ് ജീവനക്കാരടക്കം 5000-ലധികം ആളുകൾ അതിലുണ്ട്. ചെറിയ സംഖ്യ ഒന്നുമല്ല, 4000 ചില സൈനികർ തന്നെ. ബാക്കിയുള്ളവർ പിന്നെ അതിനെ ക്ലീൻ ചെയ്യുന്നവർ, കപ്പൽ ക്രൂവിൻ്റെ ആൾക്കാർ, മറ്റുള്ളവരെല്ലാം കൂടി ചേർത്തിട്ടാണ് പറഞ്ഞത്. 5000+ എന്നാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 75-ലധികം യുദ്ധവിമാനങ്ങൾ ഒരേ സമയത്ത് ഇതിൽ ലാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഫൈറ്റർ ജെറ്റ് ഉണ്ട്, ഇലക്ട്രോണിക് എയർക്രാഫ്റ്റ് ഉണ്ട്, വാർണിംഗ് എയർക്രാഫ്റ്റ് ഉണ്ട്, ഹെലികോപ്റ്റർ ഉണ്ട്. അങ്ങനെ ഇവരുടെ യുദ്ധ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ ഒരു പെരുമയ തന്നെ യഥാർത്ഥത്തിൽ ഇതിനുണ്ട് എന്ന് ചുരുക്കം. ഏറ്റവും വലിയ കാരിയർ ക്ലാസ്സിലെ ആദ്യത്തെ കപ്പലാണ് അമേരിക്കയുടേത്. ഇത് അമേരിക്കയുടെ ഏറ്റവും വലിയ യുദ്ധക്കപ്പൽ എന്ന് പറയുന്ന സമയത്ത് ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധക്കപ്പൽ എന്ന് തന്നെയാണ് എൻ്റെ അർത്ഥം. അതിൻ്റെ പ്രത്യേകത അതിനോടനുബന്ധിച്ച് പറയുന്നത് 2AIB ന്യൂക്ലിയർ റിയാക്ടർ ദീർഘകാലം റീഫിൽ ചെയ്യാൻ വേണ്ടി ഇതിൽ സംവിധാനമുണ്ട്. ലാൻഡിംഗ് ചെയ്യുന്ന വിമാനങ്ങളെ പിടിച്ചു നിർത്താൻ വേണ്ടി സാധിക്കും. ഇരട്ട റഡാർ സംവിധാനമുണ്ട്. സെൽഫ് ഡിഫൻസ് വീപ്പൺ ഉണ്ട്. അതായത് പ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പെട്ടെന്ന് തന്നെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കും. US നേവിയുടെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലാണ്, അഥവാ ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധക്കപ്പൽ. നീളം 1.106 ഫീറ്റ് അഥവാ 337 മീറ്റർ. ഫ്ലൈറ്റ് ഡെക്ക് കേബിൻ്റെത് 256 ഫീറ്റ്. വീതി 41 മീറ്റർ, ഉയരം 76 മീറ്റർ. ചിലവ് $17 ബില്യൺ. ഗവേഷണ ചെലവ് 4.7 ബില്യൺ വേറെയും. അപ്പോൾ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് അതാണ് അതിശയിപ്പിക്കുന്നത്. ഈ മേഖലയിൽ നിന്ന് ഇറാനിലേക്കുള്ള ദൂരം 2460 കിലോമീറ്ററാണ്. 2460 കിലോമീറ്റർ ദൂരമുള്ള മിസൈൽ ഇറാൻ്റെ കൈവശത്തിലില്ല എന്ന് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഇറാൻ്റെ നാവിക കമാൻഡർ പറഞ്ഞതാണ്. പരമാവധി അവർ 2000-2100 അതിലവസാനിക്കും. അഥവാ അവർ ലക്ഷ്യം വെക്കുന്നത് ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്കുള്ള ദൂരപരിധിയാണ്. 1950 ഇസ്രായേലിൻ്റെ അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇസ്രായേൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 50 കിലോമീറ്ററിൻ്റെ ഉള്ളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇറാനെ സംബന്ധിച്ചിടത്തോളം 1950 കിലോമീറ്റർ മതി. അതിനവർ 2000 മുതൽ 2100 വരെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് അനുമാനം. എന്ന് വെച്ചാൽ ഈ ഇസ്രായേൽ മൊത്തത്തിൽ കവർ ചെയ്യാൻ 2100 മതി. കൂടി വന്നാൽ 2050 എന്ന് പറഞ്ഞാൽ 2100 എന്ന് പറയുന്നു. ഈ സ്ഥലത്തേക്ക് 2460 കിലോമീറ്റർ ദൂരപരിധി ഉണ്ട്. ഇവിടേക്ക് എങ്ങനെ ഒരു മിസൈൽ എത്തും എന്നുള്ളതാണ്. ആദ്യം ഒരു മിസൈലിൻ്റെ കാര്യങ്ങൾ നിഷേധിച്ചിട്ടുണ്ടെങ്കിലും പിന്നീട് അവർ
ശത്രുപക്ഷത്ത് നിന്ന് ചില നീക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഞങ്ങളത് തടയപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു. നീക്കങ്ങൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഇറാൻ എവിടെ കിടക്കുന്നു? 2500 കിലോമീറ്റർ ദൂരെ കിടക്കുന്നു. ഇത് ഈ കപ്പൽ എന്ന് പറഞ്ഞാൽ മെഡിറ്ററേനിയൻ കടലിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് അങ്ങനെ അവിടെ കിടക്കുന്നു. അവിടുന്ന് ഇവിടേക്ക് അങ്ങനെ ഓടി വരാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ നീക്കുപോക്കുകൾ ഉണ്ടാവാൻ ഇപ്പോൾ ഈ അമേരിക്ക ഇപ്പോൾ ആക്രമിക്കാൻ ഇറാൻ അല്ലാതെ വേറെ ആരും ആക്രമിക്കുന്നുമില്ല. അങ്ങനെ എന്തൊക്കെയോ ദുരൂഹ കാര്യങ്ങളുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ സൈനികർക്ക് അപായമുണ്ടാകുന്ന തരത്തിൽ ഇറാൻ അവരുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു എന്ന് വെച്ചാൽ സൈനിക ലക്ഷ്യം വെച്ചുകൊണ്ട് മിസൈൽ ആക്രമണം നടത്തിയിട്ടുണ്ട് എന്ന് അനുമാനിക്കുക. പക്ഷേ അതൊന്നും അത് കൃത്യമായ രീതി, അതായത് ഈ കടലിൻ്റെ മധ്യത്തിൽ നിൽക്കുന്ന ഒരു കപ്പലിനകത്ത് നടക്കുന്ന സംഭവത്തെക്കുറിച്ച് കൃത്യമായ വിവരം പറയേണ്ടത് രാജ്യമാണ്, അതായത് ഇസ്രായേലാണ്. ഇസ്രായേൽ ഒരിക്കലും പറയില്ല എന്ന് ഉറപ്പാണ്. അപ്പോൾ ഇവരുടെ നിരന്തരമായ ആക്രമണം എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ഏറ്റവും ശക്തമായിരിക്കുന്ന യുദ്ധക്കപ്പലിന് നേരെ ഒരു രാജ്യം ആക്രമിക്കുന്നത് ഇതാദ്യമായിട്ടാണ്. ഇതിനു മുമ്പ് അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. രണ്ടാം യുദ്ധത്തിൽ പോലും ഈ അമേരിക്ക അങ്ങോട്ട് ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുക എന്നല്ല, തിരിച്ചിങ്ങോട്ട് വരാനുള്ള എല്ലാ പ്രതിരോധ സംവിധാനവും തകർന്നിരിക്കുന്നു. രണ്ട് അഭിപ്രായങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഒന്നുകിൽ 2500 കിലോമീറ്ററിൽ അധികമുള്ള മിസൈൽ ഈ ഇറാൻ്റെ കൈവശത്തിലുണ്ട്, അതല്ലെങ്കിൽ കൊറിയ അവർക്ക് മിസൈൽ നൽകിയിട്ടുണ്ട്. അവരുടെ മിസൈലിനൊക്കെ അതിശക്തവും കാഠിന്യവും കൂടുതലാണ്. അപ്പോൾ അവിടെ ഇങ്ങോട്ട് പുറപ്പെട്ട് കഴിഞ്ഞിട്ടാണ് പൊട്ടിത്തെറിക്കുക എന്നല്ലാതെ വേറെ വഴികളിലും പ്രതിരോധ സംവിധാനങ്ങളൊന്നുമില്ല. അതൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന രീതിയിലാണ്. അമേരിക്കൻ സൈനികർ നിരാശയിലാണ്, കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇറാനുമായിട്ട് തൊട്ട് യുദ്ധം ചെയ്യുന്നത് ആളപായവും ജീവപായവും ഉണ്ടാവും. ഇസ്രായേലിനെ സംബന്ധിച്ച്, ഇസ്രായേൽ സൈനികരെ സംബന്ധിച്ചിടത്തോളം അവർ യുദ്ധം ചെയ്യുന്നുണ്ട് എന്നല്ലാതെ മാനസികമായ രീതി വലിയ ടയർഡാണ്, വലിയ പ്രയാസത്തിലാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഗസയുമായിട്ട് യുദ്ധം ചെയ്തിട്ട് ജീവനോടെ മടങ്ങി വരിക എന്ന് പറഞ്ഞാൽ ലോട്ടറി അടിക്കുന്ന പോലെയാണ്. 1000-ലധികം ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടതായി അവർ സമ്മതിച്ചിട്ടുണ്ട്. 10,000-ലധികം സൈനികർക്ക് പരിക്കേറ്റിരിക്കുന്നു. വികലാംഗർ, കൈയില്ലാത്തവർ, കാലില്ലാത്തവർ, കാഴ്ച നഷ്ടപ്പെട്ടവർ, പല രീതിയിലും പല രൂപത്തിലുമായിട്ട് മൃദു ശരീരമായിട്ട് എത്തപ്പെട്ടവരാണ് കൂടുതലും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെല്ലാം കാണുന്ന ഒരു സൈനികരെ സംബന്ധിച്ചിടത്തോളം ഈ മേഖലയിലേക്ക് ജോലിക്ക് വേണ്ടി പോകുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. കാര്യം എന്താ വെച്ചാൽ കടുത്ത സമ്മർദ്ദമാണ് കുടുംബത്തിൽ നിന്നുണ്ടാകുന്നത്, പോകണ്ട എന്നുള്ള രീതിയിലേക്ക്. അപ്പോൾ അവിടുത്തെ റബ്ബിമാർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ മത കാര്യങ്ങൾ മാത്രം ഈ പ്രചരിപ്പിക്കുകയും പ്രബോധനം ചെയ്യുന്ന ആ വിഭാഗം, അവർക്ക് സൈനിക യൂണിഫോം അണിയാൻ പാടില്ല എന്നുള്ളതാണ് മതനിയമം. കാര്യം എന്ന് പറഞ്ഞാൽ സമാധാനത്തിന് വേണ്ടിയിട്ടാണ് അവരെ നിയോഗിക്കപ്പെട്ടത്. ഒരിക്കൽ പോലും ഒരാളെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ആയുധം അണിയാൻ പാടില്ല എന്ന് അവർ വിശ്വസിക്കുന്നു. അങ്ങനെ പോകുന്ന ആ രീതികളൊക്കെ. പക്ഷെ അവരോട് പോലും സൈന്യത്തിൽ ചേരാൻ വേണ്ടിയിട്ട് കർക്കശമായിരിക്കുന്ന നിർദ്ദേശം ഇസ്രായേൽ നൽകിയിട്ടുണ്ട്. അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ ആളില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഇപ്പോൾ ഇങ്ങനെയാണ് ഇതിൽ കണക്കാക്കുന്നത്. ഗ്രീസിലെ സൗദ ബേ ഭാഗത്തേക്ക് പോയിട്ടുണ്ട് ഈ പറയപ്പെട്ട കപ്പൽ. 3500ഓളം കിലോമീറ്റർ ദൂരപരിധിയാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ ഇറാനും ഈ കപ്പലും തമ്മിലുള്ളത്. ഈ മേഖലയിലേക്ക് ആക്രമിക്കുമോ എന്നുള്ളൊരു ഭയം അമേരിക്കക്കുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതെങ്ങനെ സംഭവിക്കും എന്നതിനെക്കുറിച്ച് വിവരമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ കൈവശത്തിൽ എന്തൊക്കെ ആയുധമുണ്ട്, എന്തൊക്കെ സംവിധാനമുണ്ട്, എങ്ങനെയൊക്കെയാണ് പ്രയോഗിക്കുക, എവിടെയാണ് ഇത് ഒളിപ്പിച്ചു വെച്ചത്, ഇതിനെക്കുറിച്ച് ഒരു ഐഡിയയും ഇപ്പോഴും അമേരിക്കക്കോ ഇസ്രായേലിനോ ഇല്ല. അങ്ങനെ ഇല്ലാത്തത് കൊണ്ടാണ്, അതായത് ശത്രുപക്ഷത്തിൻ്റെ ശക്തിയും അവരുടെ പ്രഹരശേഷിയും എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാകാത്ത ഒരു രാജ്യം എത്ര സൈനിക ശക്തി ഉണ്ടെങ്കിലും യുദ്ധത്തിൽ ഏർപ്പെട്ടാൽ ജയിക്കില്ല. ഗസയിൽ എന്തുകൊണ്ട് ഇസ്രായേൽ ജയിച്ചിട്ടില്ല? ഹമാസിൻ്റെ സൈനിക ശക്തിയും ബലവും മനസ്സിലാക്കുന്ന കാര്യത്തിൽ അവർ പരാജയപ്പെട്ടു. ഗസയുടെ എല്ലാ ഭാഗവും ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിലാണ്. ചെറിയൊരു വാതിൽ, കോറിഡോർ പോലെയുള്ള ചെറിയ വാതിലാണ് ഈജിപ്തിലേക്ക് തുറക്കപ്പെട്ട് റഫ അതിർത്തിയിൽ നിന്ന്. പക്ഷേ യുദ്ധമായ സമയത്ത് ആ റഫ അതിർത്തിയുടെ വാതിലും ഇസ്രായേൽ പിടിച്ചെടുത്തു. മുഴുവൻ ആരുടെ കൈവശത്തിലാണ്? ഇസ്രായേലിൻ്റെ കൈവശത്തിൽ. ഒരു ഭാഗത്ത് കടലാണ്, മെഡിറ്ററേനിയൻ കടൽ, അതിൻ്റെ നിയന്ത്രണം ഇസ്രായേലിൻ്റെ കൈവശത്തിലാണ്. ഇതൊരവസ്ഥയാണ് ഗസയിൽ. എന്നിട്ടും അവിടേക്ക് ആയുധങ്ങൾ എത്തുന്നു, സംവിധാനങ്ങൾ എത്തുന്നു, ശക്തമായിരിക്കുന്ന യുദ്ധം ഉണ്ടാകുന്നു, പ്രതിരോധിക്കാൻ സാധിക്കാത്ത വിധം ഇസ്രായേലിൻ്റെ സൈനികർ മരണപ്പെടുന്നതൊക്കെ നമ്മൾ ഒരുപാട് കേട്ടതാണ്. ഇവിടെ ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ശക്തമായിരിക്കുന്ന രാജ്യമാണ് അമേരിക്ക, അതിൽ സംശയമൊന്നുമില്ല. അവരുടെ കപ്പലുകൾക്കും അവരുടെ സൈനികർക്കും സംവിധാനങ്ങൾക്കും സുരക്ഷിതത്വം കൊടുക്കുന്ന കാര്യത്തിൽ പോലും അമേരിക്ക പരാജയപ്പെട്ടു. അതുകൊണ്ട് സൈനികർക്ക് വലിയ രീതിയിലുള്ള മാനസിക സമ്മർദ്ദം ഈ കപ്പൽ കേന്ദ്രീകരിച്ചു കൊണ്ടുണ്ട്. ജെറാൾഡ് ആർഡ് ഫോർഡിൽ പ്രവർത്തിക്കുന്ന 5000-ലധികം ആളുകളിൽ 4000-ഓളം സൈനികർ, അതിൽ
2000-ലധികം സൈനികർ തന്നെ പല ഘട്ടങ്ങളിലായി ഈ ജോലിയിൽ നിന്ന് മാറി നിൽക്കണം, മാറ്റിത്തരണം എന്ന് ആവശ്യപ്പെട്ടവരാണ്. തങ്ങൾക്ക് ജോലിയേ വേണ്ട എന്ന് ആവശ്യപ്പെട്ടവർ 1000-ലധികം ഉണ്ട് എന്നാണ് പറയുന്നത്. ജോലിയേ വേണ്ട, അമേരിക്കയായിട്ട് ബന്ധപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ തിരിച്ചു പോകാൻ പറ്റാത്ത ജീവഭായമുള്ള ഒരു ജോലിയായിട്ട് അമേരിക്കയുടെ സൈനിക രീതി മാറിയിരിക്കുന്നു. സമാധാന ആവശ്യത്തിന് വേണ്ടി പോവുക എന്നുള്ളതല്ല, ഒരു വ്യക്തിക്ക്, അതായത് ഏകാധിപത്യ സംവിധാനമാണ് ഈ അമേരിക്കയിലുള്ളത്. അമേരിക്കയുടെ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കപ്പെടുന്നവരെ ജനാധിപത്യ പ്രക്രിയയും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നീട് ഏകാധിപത്യ സംവിധാനം പല അമേരിക്കൻ പ്രസിഡന്റുമാർ തുടരുന്നത് അങ്ങനെയാണ്. ട്രംപ് ഇപ്പോൾ തുടരുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഈ ജോലിയിൽ നിന്ന് മാറി വരണം. ഏകാധിപത്യ സംവിധാനത്തിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ വലിയ പ്രയാസമുണ്ട് എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് കൂടുതൽ പേരും എന്നാണ് ചുരുക്കം. അതായത് യുദ്ധത്തിന് തയ്യാറല്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു, മാനസികമായിരിക്കുന്ന സമ്മർദ്ദം കൂടുന്നു എന്നൊക്കെയാണ്. ഏതായാലും നമ്മൾ പറഞ്ഞിരുന്ന വിഷയം, ഇറാൻ്റെ ശല്യം കാരണം ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ, അതിന് സമാനമായിരിക്കുന്ന ഒരു കപ്പൽ ലോകത്തിൽ നിർമ്മിക്കാൻ പറ്റിയിട്ടില്ല റഷ്യക്ക് പോലും. അത്രയ്ക്കും സംവിധാന കാര്യങ്ങളുള്ള, പ്രഹരശേഷി, പ്രതിരോധ ശേഷിയുള്ള, ലോകത്തെ അതിൻ്റെ ചുറ്റുഭാഗത്ത് ഏകദേശം ഈ 1000 കിലോമീറ്റർ ചുറ്റളവിൽ നിരീക്ഷിക്കാൻ വേണ്ടി പോലും സാധ്യമാകുന്ന തരത്തിൽ സംവിധാനമുള്ള ആ കപ്പലിന് ഇറാൻ്റെ മിസൈലിന് പേടിയുണ്ട് എന്ന് പറയുമ്പോൾ അതിന് നിസ്സാരമായിട്ട് കാണാൻ വേണ്ടി സാധിക്കില്ല. അതുകൊണ്ട് എല്ലാവരുടെയും സമ്മതം വാങ്ങിയിട്ട് അവർ പതുക്കെ ഈ ഭാഗത്ത് നിന്ന് തടിയെടുത്തിട്ടുണ്ട് എന്ന് ചുരുക്കം.